ഈ ഒരു ഗോള് ബ്രസീലിന്റെ വലയിലേക്ക് വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് ഹാഫിലെ ബാക്കി കാര്യങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഹാഫിന് ശേഷം ഒരു വളരെ റീജുവനേറ്റഡ് ആയിട്ടുള്ള ബ്രസീലിനെ കണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരുപാട് ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെന്റ്സ് അതിനിടയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ സബ്സ്റ്റിറ്റ്യൂഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് എൻട്രിക്ക് വന്നു, അതേപോലെ തന്നെ പക്കറ്റൊക്കെ പരിക്കുണ്ടായിരുന്നു. പക്കറ്റ് പക്ഷെ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഉള്ള സമയത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പരിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി ആ ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും ഒരുപക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ നല്ല രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ ബ്രസീൽ ഒരു ആർത്തിരമ്പം എങ്ങനെയെങ്കിലും ഗോൾ അടിക്കണം, തിരിച്ചടിക്കണം എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് കളിക്കുന്ന ഒരു ബ്രസീലിനെയാണ് കണ്ടത്. വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നല്ല രീതിയിലുള്ളൊരു കളി തന്നെയാണ് ബ്രസീലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതിലുള്ള ഒരു സംഭവം ആഞ്ചലോട്ടി കളിക്ക് ശേഷം പറഞ്ഞത്, ഫസ്റ്റ് ഹാഫിൽ ഞങ്ങളുടെ പ്ലാനിങ്ങിൽ ചെറുതായിട്ടൊന്ന് പാളി. ഞങ്ങൾ വിചാരിച്ചത് ഡയറക്റ്റ് ആയിട്ട് കളിക്കുക, അതായത് ഇൻ ബിറ്റ്വീൻ ദി ലൈൻ ബോൾ കൊടുത്തുകൊണ്ട് കയറി പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ജപ്പാൻ ടൈറ്റ് ആയിട്ട് ഡിഫെൻഡ് ചെയ്തപ്പോൾ നടക്കില്ല എന്ന് മനസ്സിലായി. സെക്കൻഡ് ഹാഫിലേക്കുള്ള തന്ത്രം എന്ന് പറഞ്ഞാൽ ക്രോസുകൾ കൊടുക്കുക, കൂടുതൽ ആ പ്ലെയർ ഏരിയയിൽ പെനാൽറ്റി ഏരിയയിൽ പ്രസൻസ് കൂടുതലാക്കുക, അങ്ങനെ കൂടുതൽ ക്രോസുകൾ കൊടുക്കുന്ന രൂപത്തിലേക്ക് ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തി. പക്വറ്റെ മാറ്റിയിട്ട് ഒരു സ്ട്രൈക്കറെ കൂടി ആഡ് ചെയ്തു. അതായത് ഒരു സ്ട്രൈക്കറെ മാറ്റി സ്ട്രൈക്കറെ ഇറക്കില്ല, 2 സ്ട്രൈക്കർമാരെ ആക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ പെനാൽറ്റി ഏരിയയിലെ പ്രസൻസ് വർദ്ധിപ്പിക്കാനാണെന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞത്. അത് തന്നെയാണ് ശരിക്കും കളിയിൽ കണ്ടത്. അത് തന്നെയാണ് അങ്ങനെ വന്നത്. അപ്പോൾ അങ്ങനെ ഒരു പിന്നെ ഇടതുഭാഗത്തു നിന്നുള്ള ഗബ്രിയലിന്റെ ഒരു ക്രോസുകൾ ഒന്നിൽ നിന്നാണ് ഗബ്രിയൽ അങ്ങനെ വലതു ഭാഗത്തുനിന്നല്ലേ ക്രോസ് വന്നത്? അത് ഇപ്പുറത്തുനിന്നല്ലേ ആ ഒരു വലതു ഭാഗത്ത് നിന്നൊക്കെ അല്ല, ഇടത് വിങ്ങുന്നല്ലേ പിന്നെ ഗബ്രിയൽ കൊടുക്കുന്നത് കാസമിറോക്ക്. റൈറ്റ് ഭാഗത്താണ് കാസമിറോ ഹെഡ് ഇടത് ഭാഗത്ത് നിന്ന് ചെയ്യുന്നത്. അങ്ങനെ 2-3 ക്രോസുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഗബ്രിയൽ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നിലാണ് അത് വളരെ പിൻ പോയിന്റ് ക്രോസ് ആണ്. കറക്റ്റ് ഒന്നും ചെയ്യാനില്ല, കാസമിറോക്ക് ജസ്റ്റ് ചാടി. അതിന് മുമ്പ് കാസമിറോയുടെ വേറൊരു ഹെഡ് ഇതേപോലെ ഇതിന് വന്നത് ഒന്ന് ക്ലിയർ ചെയ്യപ്പെട്ടിരുന്നു. നേരത്തെ ഒരു ക്ലിയർ ചെയ്യപ്പെട്ടതാണ്, അത് രക്ഷപ്പെടുത്തിയതാണ്. യെസ്. തൊട്ടുടനെ അതിനുശേഷം വന്നത് ഗോളായും ചെയ്തു. എപ്പോഴും ഗോളാവുന്ന രൂപത്തിലാണ് അപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. കാരണം 2 വിങ്ങുന്നു ഇങ്ങനെ ക്രോസുകൾ ചറവറ തുരുന്ന ഒരു അവസ്ഥ. അതോടൊപ്പം തന്നെ ഒരു ഘട്ടത്തില് അവരുടെ ഗോൾ കീപ്പർ മറികടന്ന് പോയി എന്ന് തോന്നിയിട്ടുള്ള ഒരു ബോൾ, അതൊക്കെ എങ്ങനെയാണ് അവർ ക്ലിയർ ചെയ്തതെന്ന് ഒരു പക്ഷേ ജപ്പാന്റെ ഡിഫൻഡർമാർക്ക് പോലും അറിയില്ല എന്നാണ് ചില എക്സ്പെർട്ടുകൾ പറയുന്നത്. രക്ഷപ്പെട്ടു പോയതാണ് കുറെ സമയങ്ങൾ. പിന്നെ പിന്നീട് ആ ഒരു മൂവ്മെന്റ് അല്ലെ, അത് ഗോളായി ഉറപ്പിച്ചതാണ്. പക്ഷെ ഗോൾ കീപ്പർ ഒരു അപാരമായിട്ടുള്ള ഒരു സുസുക്കി നന്നായി കളിച്ചു അല്ലെ. സുസുക്കി നല്ല രീതിയിൽ നല്ല സേവുകൾ, ഒന്നാമത്തെ സേവുകൾ. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 ഗോളൊക്കെ ജപ്പാന്റെ വലയിൽ വീഴുമായിരുന്നു. 3 സാധാരണ കളികളൊക്കെ ഇങ്ങനെയുള്ള ടാർഗറ്റ് ഗോളിയുടെ കൂടിയാണല്ലോ കളി എന്ന് പറഞ്ഞിട്ട് ഗോളിയുടെ പെർഫോം ചെയ്യേണ്ടതൊക്കെ ഒരു 2-3 ഗോളുകൾക്ക് വീഴേണ്ടതാണ്. 2-3 ഗോളുകളിലേക്ക് ഒരു പക്ഷെ എത്തേണ്ട സംഭവമായിരുന്നു. പക്ഷെ ഗോൾ കീപ്പർ കിടലിനായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്.